നമ്മുടെ പ്രിയപ്പെട്ട ദുബായ് നഗരം ന്യൂയോർക്കിനെയും വാഷിങ്ടണെയും ആംസ്റ്റർഡാമിനെയും ഒക്കെ മറികടന്ന് സ്മാർട്ട് സിറ്റി എന്ന ആഗോള റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്തെത്തിയ, അതായത് ലണ്ടന് തൊട്ട് പിറകിലായിട്ട് രണ്ടാം സ്ഥാനത്തെത്തിയ ആ ഒരു സന്തോഷം പങ്കുവെച്ചുകൊണ്ട് അന്താരാഷ്ട്ര രംഗത്തെ യുദ്ധവുമായി ബന്ധപ്പെടുത്തിയ ചില കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാം. യുദ്ധത്തിൻ്റെ കാര്യത്തിൽ അമേരിക്ക ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നൊരു വീർപ്പ് മുട്ടലിന് പരിഹാരമുണ്ടാക്കാൻ പ്രസിഡന്റ് ട്രംപ് ഒരു അടിയന്തര മന്ത്രിസഭാ യോഗം ചേരുന്നത് ക്യാമ്പ് ഡേവിഡിൽ തന്നെ ആയിരിക്കട്ടെ എന്ന് കരുതിയിട്ട് അങ്ങോട്ടാക്കിയതിൻ്റെ വാർത്ത വരികയാണ്. സാധാരണ ക്യാമ്പ് ഡേവിഡിൽ അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് വലിയ സമ്മേളനങ്ങളൊന്നും നടത്താറില്ല. അദ്ദേഹത്തിൻ്റെ ഗോൾഫ് റിസോർട്ടിലോ വൈറ്റ് ഹൗസിലോ മറ്റേതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിലോ സ്ഥിരമായിട്ട് സമ്മേളിക്കുന്ന ഒരു കീഴ്വഴക്കം മറികടന്നുകൊണ്ട് നിർണായകമായിട്ടുള്ള മേരിലാൻഡിലെ ക്യാമ്പ് ഡേവിഡിൽ തന്നെ നടത്താൻ തീരുമാനിച്ചത് വളരെ സുപ്രധാനമായ ചില തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയാണ്. ഒന്നാമത്തെ കാര്യം, ഈ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കാം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ അമേരിക്കയുടെ ജനത നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗ്യാസ് വില വർധനവിനെ എങ്ങനെ തടയിടാം. ഈ രണ്ട് കാര്യങ്ങൾക്ക് പുറമെ വരാനിരിക്കുന്ന നവംബറിലെ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ എങ്ങനെ കരകയറാം, അതിനെക്കുറിച്ചുള്ള സ്ട്രാറ്റജി കൂടി ആവിഷ്കരിക്കാൻ വേണ്ടിയാണ് ക്യാമ്പ് ഡേവിഡിൽ ഇന്നത്തെ സമ്മേളനം മന്ത്രിസഭായോഗം വിളിച്ചു ചേർത്തത് എന്ന് റിപ്പോർട്ടുകൾ പറയുകയാണ്. ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം സുഗമമാക്കുന്നതിനും അതിൻ്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതിനും വേണ്ടി നേരത്തെ തന്നെ ഇറാൻ്റെ നേതൃത്വത്തിൽ ഒരു അതോറിറ്റി ഉണ്ടാക്കിയിരുന്നല്ലോ. ഈ അതോറിറ്റിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറയുന്നത്, ഇങ്ങനെ ആക്രമണത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ ഒരു കാരണവശാലും ഹോർമോസ് വഴി ഗതാഗതം സാധ്യമാകില്ല എന്ന് എഴുതി വെച്ചോളൂ എന്നാണ്. അമേരിക്ക ആക്രമണം അതിക്രമം നിർത്തിയാൽ മാത്രമേ ഹോർമോസ് പൂർണ്ണമായിട്ടും തുറന്നു കൊടുക്കാൻ പറ്റൂ എന്ന് ഈ ഒരു പേർഷ്യൻ സ്ട്രെയ്റ്റ് അതോറിറ്റി വ്യക്തമാക്കിയിരിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാര്യങ്ങൾ തകിടം മറിഞ്ഞാണ് കിടക്കുന്നതെങ്കിലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ ചില വഴികളിലൂടെ മുന്നോട്ട് തന്നെ പോവുകയാണെന്ന് മധ്യസ്ഥരായ പാകിസ്ഥാൻ ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ആത്യന്തികമായി ചർച്ച വിജയിക്കുമെന്ന പ്രത്യാശ പാകിസ്ഥാൻ പ്രകടിപ്പിക്കുകയും ചെയ്തു. കുവൈറ്റിന് മേൽ ഇപ്പോഴും ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളെ, ഡ്രോൺ ആക്രമണങ്ങളെ UAE ശക്തമായി അപലപിച്ചു. മാത്രമല്ല, കുവൈറ്റ് ഭരണകൂടത്തോടും കുവൈറ്റ് ജനതയോടുമുള്ള ഐക്യദാർഢ്യം UAEയുടെ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് ശക്തമായി പ്രകടിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല, കുവൈറ്റി ഭരണകൂടത്തോടും കുവൈറ്റ് ജനതയോടുമുള്ള UAEയുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. വിചാരിച്ചിരിക്കാതെ ജൂലൈ മാസത്തിലേക്ക് വേണ്ടി ഇന്ധനവിലയിൽ അല്പം കുറവ് ആശ്വാസത്തോടെ കണ്ട നമുക്ക് ഓഗസ്റ്റിലും ആ കുറവിൻ്റെ ഗ്രാഫ് തുടർന്ന് തന്നെ പോകുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇന്നിതാ ഓഗസ്റ്റ് മാസത്തിലേക്കുള്ള വില നിലവാരം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ജൂലൈയേക്കാൾ വില കൂടുതൽ കൊടുക്കണം ഓഗസ്റ്റിൽ എന്നാണ് വന്നിരിക്കുന്നത്. അല്പമാണ് വർധനവെങ്കിലും അത് വർധനവ് തന്നെയാണല്ലോ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടയിൽ ഉണ്ടായ ചില അന്താരാഷ്ട്ര മാറ്റങ്ങൾ, ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, എണ്ണയുമായി ബന്ധപ്പെട്ട വിലവർധനം, ഇതൊക്കെയാകാം കാരണമായി വന്നിരിക്കുന്നത്. എങ്കിലും പിടിച്ചു നിൽക്കാവുന്ന വിലവർധനവാണ് UAEയിൽ വന്നിരിക്കുന്നത് എന്ന് പൊതുവെ നിരീക്ഷകർ പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ UAEയിൽ ലഭിച്ച മഴ, അത് മഴമേഘങ്ങൾ വന്നതുകൊണ്ട് മാത്രമല്ല, UAEയുടെ ക്ലൗഡ് സീഡിംഗ് കൂടി ഫലപ്രദമായി വിന്യസിക്കപ്പെട്ടതാണ് എന്ന് അടിസ്ഥാനപരമായി ഉന്നത വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് UAEയുടെ കിഴക്ക് ഭാഗത്ത് നല്ല മഴ, ആലിപ്പഴ വർഷം അടക്കമുള്ള രൂപത്തിൽ കിട്ടിയത് ഈ കൊടും വേനലിൽ ഒരു കുളിര് കിട്ടുന്നതിന് തുല്യമായി മാറിയിരിക്കുകയാണ്. അത്തരത്തിലുള്ള മഴ ഇനിയും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ആളുകൾ മാനത്ത് നോക്കിയിരിപ്പാണ്. Night updates supported by ELL Properties, Explore Education, Impulse Warehouse, Kalyan Jewelers, Lulu Supermarket, Hypermarket and Department Store, Fira Foods, Al Nasood Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Iron Gold and Diamonds, Choco World, Partha Signature Abu Shagara Sharjah, ABC Cargo and Courier, Hashim Hypermarket.